എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർ ഖാൻ. ഹലോ, കോയാസ് മാരേജ് ബ്യൂറോ. ഹലോ മിസ്റ്റർ, ഞാനൊന്ന് പറയട്ടെ. താനൊന്നും പറയണ്ടോ. നല്ല നിറമുള്ള പെൺകുട്ടിയാന്ന് പറഞ്ഞല്ലേ താൻ എന്റെ മോനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയത്? അതെ. എന്നിട്ടും പെണ്ണിനെ കണ്ടാ മതി കറുത്ത് കരിക്കട്ടെ പോലെ സാധനം. പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണമായിരുന്നു. നല്ല നിറമുള്ള പെണ്ണ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അതെ. ഏത് നിറമാണ് നമ്മൾ പറഞ്ഞില്ലല്ലോ. കറുപ്പെന്താ മോശം നിറാണ്? വിദ്യാഭ്യാസമില്ലാത്ത കൺട്രി ഫെലോ. എക്സ്ക്യൂസ് മീ, യെസ്, മൈ നെയിം ഈസ് ജബ്ബാർ. എന്റെ പേര് ജബ്ബാർ. ഇരിക്കൂ മിസ്റ്റർ ജബ്ബാർ. വാട്ട് കാൻ ഐ ഡു ഫോർ യു? എന്റെ വയസ്സ് 28, ഗൾഫിൽ ജോലി, കാണാനും സുന്ദരൻ, യാതൊരു ദുശീലങ്ങളും ഇല്ല. എനിക്കൊരു പെണ്ണ് കെട്ടണം. അതിനെന്താ, അതിനല്ലേ നമ്മൾ ഇവിടെ ഇരിക്കണത്. പറയും നിങ്ങളുടെ ഡിമാൻഡ്സ് എന്തെല്ലാണ്? യെസ്, ഞാൻ പറയാം. വെളുത്ത നിറം മസ്റ്റാ. പിന്നെ നല്ല ഒത്ത ഉയരം, വിദ്യാഭ്യാസം ഇത്തിരി കുറഞ്ഞാലും സാരമില്ല. സൗന്ദര്യം ഒട്ടും കുറയരുത്. പിന്നെ നല്ല നീളമുള്ള മുടി, അതും മസ്റ്റാ. പറഞ്ഞ അത്രയും ഡാറ്റ കമ്പ്യൂട്ടറിൽ അടിച്ചപ്പം മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ വന്നിട്ടുണ്ട്. പക്ഷേ എന്ത് പക്ഷേ? എത്ര ദൂരെയായാലും കുഴപ്പമില്ല, ഞാൻ പെണ്ണ് കാണാൻ പോയിക്കോളാം. അതല്ല പ്രശ്നം, ഒരു 10-20 കൊല്ലം കാത്തിരിക്കേണ്ടി വരും. 10-20 കൊല്ലോ? അപ്പോഴേക്കെ ആ കുട്ടി കല്യാണ പ്രായമാവും. നമ്മളെ ഐശ്വര്യ റായിന്റെ അഭിഷേക് ബച്ചന്റെ മോളില്ലേ, ഓളാണ്. അല്ല പിന്നെ നിങ്ങളെന്താ മിസ്റ്റർ ആളെ കളിയാക്കുക? ഞാനേ ചെറ്റായ മഹാചെറ്റ. എന്റെ പൊന്നു ചങ്ങായി, നമ്മളൊന്ന് പറയട്ടെ. ഞാൻ ഒരു കോപ്പും പറയണ്ടോ. ഐ ആം ഗെറ്റിംഗ് എ സാലറി ഓഫ് 50,000 ഇന്ത്യൻ റുപ്പീസ്. യു നോ ദാറ്റ്? ശമ്പളം എത്ര ഉണ്ടെങ്കിലും പെണ്ണ് ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിറമുണ്ടോ, ഉയരണ്ടോ, മുടിന്റെ നീളം എത്ര, അതൊന്നല്ല. അങ്ങനൊക്കെ നോക്കണത് തെറ്റാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് മോനെ. പിന്നെ എന്ത് നോക്കണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? പറഞ്ഞു തരാം. ഈ പറഞ്ഞ സൗന്ദര്യത്തെക്കാളും മുടിയുടെ നീളത്തെക്കാളും ഒക്കെ പ്രധാനമായിട്ട് നോക്കേണ്ടത് കുട്ടിയുടെ നാക്കിന്റെ നീളാണ്. ഇല്ലെങ്കിൽ 8ന്റെ പണി കിട്ടും മോനെ.